Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ഡിസ്കഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഈ ഒരു വീഡിയോയിൽ പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മളെല്ലാ പേപ്പേഴ്സിൻ്റെയും അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമുക്ക് പാർട്ട് ബിയിൽ 10 ചോദ്യങ്ങളാണ് വരുന്നത്. സോ ആ 10 ചോദ്യങ്ങളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മെജോറിറ്റി ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് കാണാം. എന്നാൽ പിടിച്ചോ. നമ്പർ 1 നിർബന്ധമായും പഠിക്കണം. നേച്ചർ ഓഫ് ലോ എന്താണ്? നേച്ചർ ഓഫ് ലോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യമാണ്. അതിൻ്റെ കീ ആസ്പെക്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ ലോയുടെ സോഴ്സസ് ഉണ്ട്, അതും കൂടി നോക്കി വയ്ക്കുക കേട്ടോ. സോ ഇതാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. മൂവിങ് ടു നമ്പർ 2, നമുക്ക് റിലവൻസ് ഓഫ്, അത് എത്തിക്സ് റിലേറ്റ് ചെയ്തുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും നിങ്ങൾ നോക്കി വെച്ചോ. റിലവൻസ് ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്. എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉള്ളതല്ല, എന്നാലും നോക്കി വയ്ക്കുക, ഇനിയിപ്പോൾ വന്നാലോ. അതുപോലെ തന്നെ 2 കാര്യങ്ങളുണ്ട് അതിൽ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റും അതുപോലെ തന്നെ കമ്പനീസ് ആക്റ്റും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിച്ച് ഇതിൻ്റെ ഷോർട്ട് നോട്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013 ഇതിനെ പറ്റിയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ടോപ്പിക്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. അതിൻ്റെ ലീഗൽ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകളുണ്ട്. അപ്പോൾ അതാണ് നോക്കണ്ടേ കേട്ടോ. ഇതാണ് ലീഗൽ പ്രൊട്ടക്ഷനും അതിൻ്റെ സ്റ്റെപ്സുമാണ് നോക്കണ്ടേ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്താണ്, അതിൻ്റെയും ഈ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഫങ്ഷൻസ് ആൻഡ് നീഡ് ഉണ്ട്. ഫങ്ഷൻസ് ആൻഡ് നീഡ്സ്. ഓക്കെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ അടുത്തത് കോമ്പറ്റീഷൻ ആക്ട് 2002, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആക്ട് 2002-ഉം MRTP ആക്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പറ്റീഷൻ ആക്ട് 2002 and MRTP Act. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. 1969 ഇവിടെ വരുന്നു.
1969. ഇനി നെക്സ്റ്റ് എന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റിനെ പറ്റിയിട്ട്. ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻ്റ് എന്താണ്? ഓക്കെ, നോക്കിയിരിക്കണം. പ്രതീക്ഷിക്കുന്നൊരു ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, ചിലപ്പോൾ വരാം. IT ആക്ട് 2000 and 2008 ഉണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക കേട്ടോ. ഫീച്ചേഴ്സ് ഓക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അതിൽ വരുന്നത്, ഇഷ്യൂസ് ഓഫ് jurisdiction in e-commerce. മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. 5 മാർക്കിൻ്റെ അതിനുള്ളൊരു സ്കോപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോണിക് സിഗ്നേച്ചറിനെ പറ്റിയിട്ട്. എന്താണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ, അതിൻ്റെ പ്രൊവിഷൻസ്? ഓക്കെ, നോക്കി വയ്ക്കുക. പ്രതീക്ഷിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഇലക്ട്രോണിക് സിഗ്നേച്ചറിന് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പ്രൊട്ടക്ഷൻ ആൻഡ് issues relating to privacy. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത്, നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ടോപ്പിക്കാണ് ഫെമയുടെ ഫീച്ചേഴ്സ് നോക്കുക. അതുപോലെ തന്നെ ഫെമയിലുള്ള മറ്റൊരു ടോപ്പിക്കാണ് കോൺട്രവെൻഷൻ ആൻഡ് പെനാൽറ്റി. അതിനെ പറ്റിയിട്ട് കോൺട്രവെൻഷൻ ആൻഡ് പെനാൽറ്റീസ് അണ്ടർ ഫെമ. അതിനെ പറ്റിയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ measures to overcome the adverse effects of FEMA Act 1999. Measures to overcome the adverse effect of FEMA Act 1999. Okay, relating to FEMA. Okay, moving to next suggestion. അടുത്തതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റിനെ പറ്റിയിട്ട്. ഡയറക്ടറേറ്റ് of enforcement. ഓക്കെ, അത് ചിലപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒബ്ജക്റ്റീവ്സോ അങ്ങനെ ആയിരിക്കാൻ ചോദിക്കുക. ഒബ്ജക്റ്റീവ്സ് എഴുതാനോ അങ്ങനെ ആയിരിക്കാൻ ചോദിക്കുക. എന്തായാലും അതിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിർബന്ധമായും പഠിക്കുക. ഇനി നെക്സ്റ്റ് കേസ് സ്റ്റഡീസ്. എക്സ്പ്ലെയിൻ ദ കേസ് സ്റ്റഡീസ് related to sustainable development.
ആണ് മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നത്. അതിൽ എസ്പെഷ്യലി കേസ് സ്റ്റഡീസിൽ മറ്റേ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, എടുത്ത് നോക്കിക്കോളൂ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കേസ് ഉണ്ട്. ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒന്നെടുത്ത് നോക്കേണ്ടതാണ്. ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട് അതിൽ, അത് നോക്കിക്കോളൂ. 5 മാർക്സിന് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ബയോഡിവേഴ്സിറ്റി എന്താണ്, അതിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് നോക്കിക്കോളൂ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നതാണ്. നമുക്ക് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. പ്രൊവിഷൻസിൽ സെറ്റിംഗ് അപ്പ് ഓഫ് CPCB SPCB ആ ഒരു കാര്യം കേട്ടോ. എന്താണ് പ്രൊവിഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിൽ സെറ്റിംഗ് അപ്പ് ഓഫ് മെയിനായിട്ട് എങ്ങനെയാണ് സെറ്റിംഗ് അപ്പ് ഓഫ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB, അതിന് സ്റ്റേറ്റ് കൺട്രോൾ പൊല്യൂഷൻ ബോർഡ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 6 എഴുതിയാൽ മതി. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് 6 കിട്ടും, ഷുവറാണ്. ഓക്കെ, സോ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വലിയൊരു പേപ്പറാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേച്ചർ ഓഫ് ലോ, ഇതിൻ്റെ കീ ആസ്പെക്ട്സ്, സോഴ്സസ്, റിലവൻസ് ഓഫ് എത്തിക്സ് ആൻഡ് ബിസിനസ്. പിന്നെ മറ്റൊരു പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ സാധ്യത കുറവാണ്, എന്നാലും നോക്കി വെച്ചോളൂ. പിന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, കമ്പനീസ് ആക്ട് 2013, ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്താണ്, പിന്നെ ലീഗൽ പ്രൊട്ടക്ഷൻ, അതിൻ്റെ ഇൻഡസ്ട്രിയൽ ഡിസൈനിൻ്റെ കിട്ടാൻ അതിൻ്റെ ലീഗൽ പ്രൊട്ടക്ഷനും അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും, അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, അതിൻ്റെ ഫങ്ഷൻസ്, നീഡ്സ്, കോമ്പറ്റീഷൻ ആക്ട് 2002 അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പറ്റീഷൻ ആക്ട് 2002 ആൻഡ് MRTP ആക്ട് 1969, പിന്നെ ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ, IT ആക്ട് 2000 അതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ഇഷ്യൂസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ ഇൻ ഇ-കോമേഴ്സ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്താണ് അതിൻ്റെ പ്രൊവിഷൻസ്, പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്രൈവസി, ഫെമ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, കോൺട്രവെൻഷൻ ആൻഡ് പെനാൽറ്റി അണ്ടർ ഫെമ ചോദിക്കാൻ സാധ്യതയുണ്ട്, മെഷേഴ്സ് ടു ഓവർകം ദി അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ദി ഫെമ ആക്ട് 1999, പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, കേസ് സ്റ്റഡീസ് റിലേറ്റഡ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എസ്പെഷ്യലി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് നോക്കിക്കോളൂ. ബയോഡിവേഴ്സിറ്റി എന്താണ്, ദെൻ സെറ്റിംഗ് അപ്പ് ഓഫ് CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും, അതുപോലെ തന്നെ സ്റ്റേറ്റ് പൊല്യൂഷൻ SPCB കേട്ടോ, സോറി സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. സോ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ്, പിന്നെ വരുന്നത് ഇതാണ്, ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും എക്സാം റിലേറ്റഡ് ലൈവ് നാളെ ലൈവ് ഉണ്ടായിരിക്കും. ലൈവുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.